മറ്റൊരു ഡൗട്ട് ആസ്പിരൻസ് നമ്മുടെ അടുത്ത് ചോദിക്കുന്നത്, ഒരുപാട് തവണ മൾട്ടിപ്പിൾ ടൈംസ് അവർ എക്സാമിനേഷൻ എഴുതുന്നു. ചിലർ RRB ഗ്രാമീൺ ബാങ്കിൻ്റെ എക്സാമിനേഷൻ എഴുതി, ഇപ്പോൾ പ്രിലിംസ് കഴിഞ്ഞു, മെയിൻസ് കഴിഞ്ഞു, ഇൻ്റർവ്യൂ കഴിഞ്ഞു, ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വന്നപ്പോൾ ഒരു 0.25 അല്ലെങ്കിൽ 0.5 അവർ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ നിന്ന് കിട്ടാണ്ടായി. അതിനുശേഷം മൾട്ടിപ്പിൾ എക്സാംസ് പിന്നെ എഴുതുന്നു, അതും കിട്ടാതാവുന്നു. സോ അവർ ഭയങ്കരമായിട്ട് ഡീമോട്ടിവേറ്റഡ് ആകുകയാണ്. അതായത് അവരെ കൊണ്ട് സാധിക്കുമോ, അവസാനം വരെ വന്നിട്ട് സാധിക്കുമോ, ഡ്രോപ്പ് ഔട്ട് ചെയ്യണോ അതോ കണ്ടിന്യൂ ചെയ്യണോ എന്നൊരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന ഒട്ടനവധി കാൻഡിഡേറ്റ്സ് ഇത് കാണുന്നുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ അവർക്കായിട്ട് ഉള്ളൊരു ഉത്തരവാണ് ഇപ്പം സാർ പറയാൻ പോകുന്നത്. എഴുതുന്ന എല്ലാ പരീക്ഷകളും ഒരിക്കലും നമ്മൾ സക്സസ്ഫുൾ ആകില്ല. അത് തീർച്ചയായിട്ടും മനസ്സിലാക്കുക. അത് ലൈഫിൻ്റെ ഒരു 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 കോമൺ ഫീച്ചറാണ്. നമ്മൾ അറ്റംപ്റ്റ് ചെയ്യുന്നതെല്ലാം സക്സസ് ആകുക, ഇറ്റ്സ് നോട്ട് പോസിബിൾ. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. പക്ഷേ എന്തിലെങ്കിലും ഒരു മിസ്റ്റേക്ക്, ഒരു 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 ഫെയിലിയർ വന്നു, ഒരു ഒമിഷൻ വന്നു, അതുകൊണ്ട് മാത്രം ഞാൻ മോശക്കാരനാണെന്നൊരു തോന്നൽ, എനിക്കിത് പറ്റാത്തതാണെന്നൊരു തോന്നൽ, അവിടെ എനിക്ക് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ട്. എത്രയോ കാൻഡിഡേറ്റ്സിനെ എനിക്കറിയാം. 13 വട്ടം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കിട്ടാത്തൊരു കുട്ടി ഒരിക്കൽ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. 13 പ്രാവശ്യം. എംടെക്കുകാരിയാണ്. ലാസ്റ്റ് ചാൻസ് ആ കുട്ടി കിട്ടിയിട്ടില്ല. ദെൻ ലക്കിലി ആ പ്രാവശ്യം IBPSൻ്റെ ഇൻ്റർവ്യൂ ആ കുട്ടി ക്ലിയർ ചെയ്തു. ഒരു പബ്ലിക് സെക്ടർ ബാങ്കിൽ ഇപ്പോൾ ജോലി ചെയ്യുന്നു. ജോലി കിട്ടിക്കഴിഞ്ഞിട്ട് ആ കുട്ടി എനിക്കൊരു മെസ്സേജ് അയച്ചിരുന്നു, യു ഹാവ് നോട്ട് ഓൺലി ഗിവൺ മി എ ജോബ്, യു ഹാവ് ഗിവൺ മി എ ലൈഫ്. ഇവിടെ ആ കുട്ടിയോട് പിന്നീട് ഞാൻ സംസാരിച്ചിരുന്നു, എന്തുകൊണ്ട് ഈ കുട്ടിക്ക് ഇതിനു മുമ്പ് കിട്ടിയില്ല. ഇതുപോലെ 0.25, 1 മാർക്ക്, 2 മാർക്ക് ഇതിനൊക്കെയാണ് മിസ് ചെയ്യുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ പലപ്പോഴും 0.25 മിസ് ചെയ്യുമ്പോൾ യു ഷുഡ് ബി പ്രൗഡ് ഓഫ് യുവർ സെൽഫ്. കാരണം യു ആർ പ്രൂവിങ് യുവർ സെൽഫ് ടു ബി എ കാൻഡിഡേറ്റ് ഹു ഹാസ് റീച്ച്ഡ് ഈവൻ അപ് ടു ദ ക്ലോസസ്റ്റ് പോയിന്റ് ഓഫ് സക്സസ്. അത് എന്തോ ഇനി തലയിലെടുത്തൊന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതോ എന്ത് കാരണം കൊണ്ടോ നിങ്ങൾക്കത് കിട്ടിയിട്ടില്ല. നോ പ്രോബ്ലം. umpteen number of opportunities are coming again with more focused preparation. അവിടെ വെച്ച് കംപ്ലീറ്റ്ലി ഇത് അങ്ങോട്ട് വിട്ട് കളഞ്ഞ് പോരുക എന്നുള്ളത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പാടില്ല. കാരണം യു ഹാവ് ഓൾറെഡി പ്രൂവ്ഡ്. മറ്റ് പലരേക്കാളും നിങ്ങൾ ബെറ്റർ ആയതുകൊണ്ടാണല്ലോ പ്രിലിമിനറി പാസ്സായത്. സെയിം തിങ് വിത്ത് യുവർ ഫൈനൽ എക്സാം. ദെൻ വിത്ത് സം സേ typical circumstances you are missing it by 0.25 or 0.5 marks. That means നിങ്ങളുടെ ഉള്ളിൽ ഉള്ള കോൺഫിഡൻസ് ഒന്നുകൂടി നന്നായിട്ട് നിങ്ങളെപ്പറ്റി നിങ്ങളുള്ള വിശ്വാസം കൊണ്ടുവരിക. ഫ്രം ദാറ്റ് കോൺഫിഡൻസ് ലെവൽ കണ്ടിന്യൂ യുവർ പ്രിപ്പറേഷൻ വിത്ത് മോർ ഫോക്കസ് ആൻഡ് വിത്ത് മോർ സെൽഫ് ബിലീഫ്. ഈ സെൽഫ് ബിലീഫ് എന്നൊരു സാധനം ഇത് വളരെ ഇമ്പോർട്ടൻ്റ്. പല വ്യക്തികൾക്കും പ്രത്യേകിച്ച് ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികൾക്ക് വരുന്ന ഏറ്റവും വലിയൊരു ഡിഫിക്കൽറ്റി, ദേ നെവർ ബിലീവ് ഇൻ ദംസെൽസ്. ദേ സ്റ്റാർട്ട് കമ്പയറിങ് ദംസെൽസ് വിത്ത് അതേഴ്സ്. ഇത് വരുമ്പോൾ പലപ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു പർട്ടിക്കുലർ കപ്പാസിറ്റി പൂർണ്ണമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കാതെ വരുന്നു. അതിന് പകരം കം വാട്ട് മേ, ഐ ബിലീവ് ഇൻ മൈ സെൽഫ്, ഐ ബിലീവ് ഇൻ മൈ കപ്പാസിറ്റി, ഐ ബിലീവ് ഇൻ മൈ എബിലിറ്റീസ്. ദെൻ coupled with this belief, focused preparation, nobody can deny your success. It may be delayed, but it can never be denied. Please believe. So thank you so much sir. Great answer. നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലായിട്ടുണ്ടായിരിക്കും അല്ലേ ഇനി എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. സോ 0.25 അങ്ങനെ വളരെ ചെറിയ മാർക്സിന് നഷ്ടപ്പെടുന്നവരെ മാറ്റി നിർത്തുകയാണെങ്കിൽ ഒരുപാട് പേര് ഡീമോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കുന്നവരുണ്ടാവും. അതായത് ഇനി പഠിക്കണോ, അയ്യോ എന്നെ കൊണ്ട് പഠിക്കാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യം. സോ അവർക്കുള്ളൊരു ഉത്തരവും കൂടെയാണ് സാർ ഇപ്പോൾ പറഞ്ഞത്.